നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ബൈപ്പാസിൻ്റെ അടുത്തായിട്ടാണ്. കൊല്ലം ജില്ലയിൽ കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്ന കാവനാട് ഭാഗത്തായിട്ടാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് നേരെ ഇടത്തോട്ട് പോകുന്നത് കൊല്ലം സിറ്റിയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പം കൊല്ലം ബൈപ്പാസ് ആരംഭിക്കുന്നിടത്ത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 ഗർഡറുകളും ഉയർത്തി ഇപ്പോൾ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്ത ഘട്ടത്തിലോട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവാലയ കൺസ്ട്രക്ഷനാണ് ഈ ഒരു ഭാഗത്തെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞ് പിന്നെ വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ പിന്നെ ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് പിന്നെ കുറച്ചും കൂടി ഗർഡറുകളുടെ വർക്ക് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മളിപ്പം വരുന്ന മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട പണിയാണ്. കാര്യം അണ്ടർപാസിൻ്റെ കയറ്റം കയറുമ്പം 2 സൈഡിലുമായിട്ടുള്ള റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് പിന്നെ മണ്ണിട്ട് ലെവൽ ചെയ്യേണ്ട പണിയാണ്. ഇവിടെ ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കുറച്ചധികം റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇനി സർവീസ് റോഡിൻ്റെ പണിയും 2 സൈഡിലായിട്ട് സർവീസ് റോഡിൻ്റെ പണിയൊക്കെ തീർന്നു വരാനുണ്ട്. കുറച്ച് സ്ലോയിലാണ് ഈ ഒരു ഭാഗത്തായിട്ട്. ശിവാലയ കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇടത് ഭാഗത്തൊക്കെ ആയിട്ടാണ് പിന്നെ ഓടയുടെ നിർമ്മാണമൊക്കെ നടന്നു വരികയാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി പകുതി ഇനി ഇപ്പം പണിഞ്ഞിരിക്കുന്ന ഭാഗത്തുകൂടി വാഹനങ്ങളൊക്കെ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും ബാക്കി പകുതി നിർമ്മിക്കുക. നമ്മൾ ഈ വീഡിയോ ആദ്യമേ നീണ്ടകര പാലത്തിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങി പിന്നെ ചവറ പാലത്തിൻ്റെ അടുത്ത് വരെ അവസാനിപ്പിക്കുന്ന രീതിയിൽ എടുക്കാമെന്നാണ് കരുതിയിരുന്നത്. അന്നേരം പിന്നെ വിചാരിച്ച് ഇപ്പം ഒരു 8 ഗർഡറുകൾ എന്തുമായാലും നമ്മുടെ ഈ കാവനാട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തായിട്ട് ഇപ്പോൾ ഉയർത്തി വെച്ചിരിക്കുന്നത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എന്തുമായാലും ഈ ഒരു ഭാഗം മൊത്തത്തിൽ കവർ ചെയ്യാമെന്ന് കരുതി. എന്തുമായാലും ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനൊക്കെ കുറച്ചും കൂടി പണി നടന്നിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് നെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇടത് ഭാഗത്തൊക്കെ ആയിട്ട് ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള മണ്ണ് നീക്കം ചെയ്തു കൊണ്ടിരിക്കുന്ന പണിയൊക്കെയാണ് നടക്കുന്നത്. ചില ഭാഗത്തൊക്കെ ഇപ്പം PCC ഇടത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഇപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തു വരികയാണ്. ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ടൊരു ചെറിയൊരു നീല ടാർപ്പ വലിച്ചു കെട്ടിയിരിക്കുന്നിടത്തൊരു മഞ്ഞ ബോർഡ് ഇരിക്കുന്നുണ്ട്. ഇടത്തെ സൈഡിലായിട്ട് നിലവിലെ റോഡിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയി. അവിടെ മുതലാണ് പിന്നെ വിശ്വസമുദ്രയുടെ കരാറുള്ള സ്ഥലം വരുന്നത്. നമ്മളിപ്പം വിശ്വസമുദ്രയുടെ പണി നടക്കുന്ന ഭാഗത്തേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ കാവനാട് കഴിഞ്ഞ് പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീണ്ടകര പാലത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്ന വഴിക്ക് ഇപ്പോൾ ഇവിടെ വലതു ഭാഗത്തൊക്കെ ആയിട്ട് ചില സ്ഥലങ്ങളിൽ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലങ്ങളിൽ വലതു ഭാഗത്ത് നല്ല താഴ്ചയുള്ള ഭാഗമാണ്. മണ്ണടിച്ച് ലെവൽ ചെയ്തതിന് ശേഷം പ്രധാനപ്പെട്ട റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ വലതു ഭാഗത്തായിട്ട് തന്നെ ഈ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു 5-6 വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ ഇച്ചിരി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ കുറച്ച് ലോഡ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. ഇറക്കിയിട്ടതിന് ശേഷം വണ്ടികൾ അവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ ഇവിടെ 2 ഭാഗത്തുമൊക്കെ ആയിട്ട് ഇനിയും ഓടയുടെ നിർമ്മാണമൊക്കെ ഈ ഒരു സ്ഥലത്തായിട്ട് നടക്കാനുണ്ട്. ഇവിടെ ഇപ്പം മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ലോഡ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നീണ്ടകര പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു തോട് പോലെ കടന്നു പോകുന്നുണ്ട്. അപ്പം പുതിയൊരു കലുങ്കിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ വരുന്ന ഭാഗത്ത് ഇപ്പം വലത്തേ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷം അത് ഉറപ്പിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 സൈഡിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് നല്ല രീതിയിൽ തന്നെ ഉറപ്പിച്ചിട്ടിരിക്കുന്നത് നല്ല വ്യക്തമായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം നേരെ നീണ്ടകര പാലത്തിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇനിയും ചില സ്ഥലങ്ങളിലൊക്കെ നിരപ്പാക്കാനുണ്ട്. ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പിന്നെ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് പൈലിംഗ് വർക്കുകൾ പെൻഡിങ് ഉണ്ടായിരുന്നത് അതിപ്പം ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് പൈലിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് നിങ്ങൾക്കറിയാം കുറച്ച് തറയോട് പാകിയിട്ടുണ്ടായിരുന്ന ഇടത് ഭാഗത്തായിട്ട് അത് മൊത്തം ഇപ്പം ഇളക്കി കളഞ്ഞിട്ട് ആ ഒരു ഭാഗത്തും ഇപ്പം പൈലിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ നീണ്ടകര പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ 2 സൈഡിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെയും പിയറിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് കുറച്ചും കൂടി വരുമ്പോൾ തന്നെ ഒരു 4 ഇടത്തായിട്ട് തന്നെ
പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം പെൻഡിങ്ങിലായിട്ടാണ് കാണുന്നത്. അവിടെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ഇനി തുടങ്ങാനുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പൈൽ ക്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിയറിൻ്റെ ഘട്ടത്തിലോട്ടും പിയർ കഴിഞ്ഞ് ചില സ്ഥലങ്ങളിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടും എത്തിയിട്ടുണ്ട്. വർക്കുകൾ നീണ്ടാര പാലത്തിൻ്റെ അടുത്തായിട്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ പഴയ പാലം അടച്ച് സംരക്ഷിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റ് മീഡിയയിൽ നിന്ന് നമുക്കറിയാൻ കഴിഞ്ഞത്. അതിനൊക്കെ നല്ലത് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷം അത് ഫുഡ് സ്ട്രീറ്റോ വ്യൂ പോയിൻറ്റോ ഒക്കെ ആയിട്ട് മാറ്റുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ നീണ്ടര പാലത്തിൻ്റെ വടക്കേ എൻഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്ന ഭാഗത്തായിട്ടാണ് പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അവിടെ ഇപ്പോൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് പിന്നെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്യുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ നമ്മളിപ്പം നിലവിൽ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് ഗ്യാപ്പ് കാണുന്നത് അത് ചിലപ്പം അതേപോലെ തന്നെ നിൽക്കാനാണ് സാധ്യത. ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനൊരു 2 ലൈനിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാണിച്ച് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരാനുള്ള സാധ്യതയുള്ളത്. ഇടയ്ക്കലത്തെ ഗ്യാപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ സ്ഥലങ്ങളിലായിട്ട് തന്നെ റിട്ടേണിങ് വാൾ ഉയർത്തി, അതായത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് പാലത്തിൻ്റെ അടുത്തോട്ട് തന്നെ 2 ഭാഗത്തായിട്ട് തന്നെ 4 ഇടത്തായിട്ട് തന്നെ റിട്ടേണിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തായിരിക്കും പോകുന്നത്. ആറുവരി പാതയുടെ പണി പൂർത്തിയാകുമ്പം നമ്മളിപ്പോൾ നിലവിലിപ്പോൾ കടന്നു പോകുന്ന ഈ റോഡിൻ്റെ ആ ഒരു ഭാഗത്ത് അത്രയും സ്ഥലം വെറുതെ ആയി പോകും. അപ്പം വ്യൂ പോയിൻറ്റിലോ ഫുഡ് സ്ട്രീറ്റിലോ നീണ്ടാര പാലത്തിലോട്ട് വരുന്നവർക്ക് വണ്ടി അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വരാനായിരിക്കും സാധ്യതയുള്ളത്. നമ്മൾ പിന്നെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ റിട്ടൈനിങ് വാൾ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ താഴെ നിന്ന് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു മണ്ണാന്ന് തോന്നുന്നു ഇടത്തെ സൈഡിലായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. കുറച്ച് നിരത്തി എടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്ത്. പിന്നെ നമ്മൾ അത് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ വലത് ഭാഗത്തായിട്ട് കുറച്ച് റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തിയിട്ടുണ്ട്. അത് കുറേ നാളിന് മുമ്പേ ഉയർത്തിയിട്ടുള്ളതാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ കുറച്ച് ഈ സൈഡുകളിലൊക്കെ ആയിട്ട് കുറേ റിട്ടൈനിങ് വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വലതു ഭാഗത്തും കൂടുതൽ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തിയിരിക്കുന്നതാണ് കാണുന്നത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് നിന്നിരുന്ന കുറച്ച് മരങ്ങൾ കൂടി മുറിച്ച് മാറ്റിയതിന് ശേഷം ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മണ്ണടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലതു ഭാഗത്തും അതേപോലെ മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് പള്ളിയുടെ ഭാഗം വരുന്ന സ്ഥലം ഇച്ചിരി ഏറ്റെടുക്കാനുണ്ട്. ആ ഒരു ഭാഗത്ത് പണി ബാക്കി കിടക്കുകയാണ്. പള്ളി കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ടാണ് പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി നടക്കുന്നത്. മെറ്റിലിട്ട് നിരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്തും പിന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പം നമ്മൾ വലതു ഭാഗത്തായിട്ട് ആ ഒരു ക്രാഷ് ബാരിയർ നിർമ്മാണം അത് കുറേ നാളിന് മുമ്പേ അത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്കൂളിൻ്റെ മുമ്പിലായിട്ട് വരുന്ന ക്രാഷ് ബാരിയർ അത് കുറച്ച് നാളിന് മുമ്പേ അത് ഫിനിഷ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ പഴയ പോസ്റ്റ് ഇനിയും നീക്കം ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ പുതിയ പോസ്റ്റുകൾ ഈ ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലും സ്ഥാപിക്കാനുണ്ട്. നമ്മളിപ്പം വെട്ടിത്തറ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്കറിയാം വലത്തോട്ടൊരു അത്യാവശ്യം നല്ലൊരു വളവാണ്. അതുകൊണ്ട് തന്നെ ഇടത്തെ സൈഡിലിപ്പം സർവീസ് റോഡ് പണിയേണ്ട ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പം നമ്മുടെ നിലവിലെ റോഡ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം വലത്തെ സൈഡിലായിട്ടാണ് ഇപ്പോൾ ഒരു പണി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വലത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണവും സർവീസ് റോഡിൽ മെറ്റിലിട്ട് നിരത്തുന്ന പണിയൊക്കെയാണ് നടക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലേക്ക് സ്ഥലം എടുത്തിട്ട് ആ ഒരു ഭാഗത്ത് ഇപ്പം സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പം കൊല്ലം നീണ്ടാര പാലത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ താണ്ട് ഇവിടെ ഒരു അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ പോകേണ്ട റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ബാരിക്കേഡ് കയറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റോഡിൽ കൂടെ വരുമ്പം നാട്ടിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ ബാരിക്കേഡ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവർടേക്ക് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കയറി വരിക. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിലുള്ള വർക്ക് ചെറുതായിട്ട് കുറേ നാളിന് മുമ്പേ അവർ പണിഞ്ഞ് കുറച്ച് നല്ല രീതിയിലായിട്ടുള്ള പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ഇതുവഴി പോകുന്നവർക്ക് നമുക്ക് പണിയുടെ മാറ്റം നമുക്കറിയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ആദ്യമായിട്ട് ഇത് കാണുന്നവർക്ക്, കുറേ നാളിന് ശേഷം കാണുന്നവർക്ക് കുറേ പണി തീർന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സ്ഥിരം പോയി കഴിയുമ്പോൾ എപ്പോഴും കണ്ട് കുറേശ്ശെ പണി കണ്ടു കഴിയുമ്പോൾ വലിയ പണി നടന്നിട്ടില്ലെന്ന് തോന്നുമെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നമ്മളിപ്പം
ഇവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് നമ്മൾ ചവറ പാലം കീറുന്നിടം വരെയുള്ള ഭാഗത്തായിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവർ ഈ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം 2 സൈഡിലായിട്ട് അത്യാവശ്യം നല്ല ലെങ്തിലായിട്ട് പൂർത്തിയാക്കിയിട്ട് വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട മെയിൻ റോഡ് വരുന്ന ഭാഗത്തും വരെ നല്ല രീതിയിൽ തന്നെ മണ്ണ് ഇട്ട് ലെവൽ ചെയ്തതിന് ശേഷം മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. അതെല്ലാ ഭാഗത്തും ഇല്ല, കുറച്ച് സ്ഥലത്തൊക്കെ ഇനിയും മെറ്റിലിട്ട് നിരത്താനുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പെട്രോൾ പമ്പിൻ്റെ മുൻഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്തായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തിയെടുക്കാനുണ്ട്. ക്രാഷ് ബാരിയർ നിർമ്മാണം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പൂർത്തിയായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പുണ്ട്, അത് വാഹനങ്ങളൊക്കെ അത്യാവശ്യം പോക്കറ്റ് റോഡിലോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ പരിമണം പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് എത്തുന്നതിന് മുമ്പ് താണ്ട് ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. വലത്തേ സൈഡിൽ ഇനിയും പണിയാനുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഇവിടെയും വലത് ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. പിന്നെ താണ്ട് ഇവിടെ ഒരു ഇടത്തേ സൈഡിൽ നമ്മൾ പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പ് കുറച്ച് മരങ്ങൾ കൂടി ഈ ഒരു ഭാഗത്ത് ഇടത്തേ സൈഡിൽ മുറിച്ച് മാറ്റാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം പിന്നെ വലത്തേ സൈഡിലായിട്ടാണ് ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സർവീസ് റോഡ് വരുന്ന ഭാഗത്താണ് ഇപ്പം പ്രധാനമായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് കൂടുതൽ പോസ്റ്റുകളൊക്കെ ഇനിയും ഇപ്പോൾ ഉണ്ട്, അതെല്ലാം എടുത്ത് മാറ്റണം. 2 സൈഡിലും ഈ ഒരു ഭാഗത്ത് ഇനി പുതിയ പോസ്റ്റുകളൊക്കെ സ്ഥാപിക്കാനുണ്ട്. ഇപ്പം ഇടത്തേ സൈഡിൽ മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്ത് കാണുന്ന ബിൽഡിങ് നീണ്ടകര പഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ബിൽഡിങ്ങാണ്. അതിൻ്റെ ഒരു വശം ഇനി പൊളിച്ചു മാറ്റാനുണ്ട്. കുറച്ച് നല്ല വീതിക്കായിട്ടുള്ളൊരു ബിൽഡിങ്ങാണ്. അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ പൊളിച്ചു മാറ്റാൻ ബാക്കിയുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് മരങ്ങൾ കൂടി മുറിച്ച് മാറ്റാനുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെ 2 ഭാഗത്തൊക്കെ ആയിട്ട് പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെയാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറേ നാളിന് മുമ്പേ മെറ്റിലിട്ട് നിരത്തിയിരുന്നതാണ് ഇടത്തേ സൈഡിൽ. വലത്തേ സൈഡിൽ ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്നിട്ട് നിരത്തിയെടുത്തതാണ്. നമ്മൾ ഇടത്തേ സൈഡിൽ കാണുന്ന ബിൽഡിങ്ങുകൾ നീണ്ടകര താലൂക്ക് ആശുപത്രിയിലെ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് ബിൽഡിങ്ങുകൾ, ചെറിയ 2-3 ബിൽഡിങ്ങുകൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പൊളിച്ച് മാറ്റിയെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്തപ്പോഴായിരുന്നു അവർക്ക് കരിമണ്ണ് കിട്ടിയത്. ആ ഒരു കരിമണ്ണ് ഒരു ലോഡ് കൊടുക്കുമ്പോൾ 3 ലോഡ് വെള്ളമണ്ണ് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ഈ ഇടത്തേ സൈഡിൽ ഇപ്പോൾ ഇടത്തേ സൈഡിൽ നമുക്ക് കടലും കാണാം. കടലിൻ്റെ തീരത്തായിട്ട് തന്നെയാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പം കരിമണ്ണ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗത്ത്. അന്നേരം ഈ 2 സൈഡിലുമായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്തപ്പോൾ അവർക്ക് കരിമണ്ണ് കിട്ടി. അപ്പോൾ അത് KMML കൊടുത്തിട്ട് 1 ലോഡ് കൊടുക്കുമ്പോൾ 3 ലോഡ് കിട്ടും. പിന്നെ നമ്മൾ നേരെ വരുന്നത് പുത്തൻതുറ ആൽത്തറമൂട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ ഇപ്പം ക്ഷേത്രത്തിൻ്റെ ആ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു റിട്ടേണിംഗ് വാൾ കുറച്ച് ലെങ്തിലായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണമുണ്ട്. അത് ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ആ ഒരു ഭാഗത്ത് ആ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ഇപ്പം ഇടത്തേ സൈഡിലായിട്ട് നല്ല താഴ്ചയും പിന്നെ വെള്ളമണ്ണും ഒക്കെ ഉള്ള ഭാഗമാണ്. കുറേയധികം അവർ നീക്കം ചെയ്തതിന് ശേഷം കുറേ ലോഡ് കൊണ്ടുവന്ന് മണ്ണ് കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തിരിക്കുകയാണ്. പിന്നെ വലതുഭാഗത്തായിട്ട് കുറേ നാളിന് മുമ്പേ കൊണ്ടുവന്ന് അടുക്കി വെച്ചിരിക്കുന്ന റിട്ടേണിംഗ് വാളാണ് ഇപ്പം പോച്ച കയറി കിടക്കുന്നത്. പിന്നെ അത്യാവശ്യം ഇവിടെ കുറച്ച് ലെങ്തിലായിട്ട് 2 സൈഡിലും ഇപ്പം ഓടയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ അധികം കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇടത്തേ സൈഡിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇനി ഓടയുടെ നിർമ്മാണം നടക്കാനുണ്ട്. അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും പണി നടക്കാനുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലൊക്കെ ഇനി ലെവൽ ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ പുത്തൻതുറ കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ചവറ പാലത്തിൻ്റെ അടുത്തേക്കാണ് ഇനി പോകുമ്പോൾ തന്നെ ഇവിടെ വലതുഭാഗത്തായിട്ട് തന്നെ അവിടെ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം JCBക്ക് അവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്ത് കാണാം. വലതുഭാഗത്തായിട്ട് ഇടത്തേ സൈഡിൽ നിന്ന് വേസ്റ്റ് മണ്ണൊക്കെ കോരി ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വളവ് കഴിഞ്ഞ് പിന്നെ ചവറ പാലത്തിൻ്റെ അടുത്തേട്ട് പോകുമ്പോൾ പിന്നെ ഇടത്തേ സൈഡിലായിട്ട് അവർ പ്രധാനപ്പെട്ട റോഡ് വരുന്ന മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പം കുറേ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്.
ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് അതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണം നടക്കുന്നുണ്ട്. ഇവിടെ വലതുഭാഗത്തായിട്ട് ഞാൻ മുൻ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്ത് നല്ല പൊക്കത്തിലായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് കരിമണ്ണ് കൊടുത്തിട്ട് വെള്ളമണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കുറേ ലോഡ് വിശ്വസമുദ്രയ്ക്ക് കിട്ടിയാണ്. ഇതിപ്പം വേണ്ട ഭാഗത്തോട്ട് കൊണ്ടുവന്ന് അവർ ഷിഫ്റ്റ് ചെയ്ത് വേണ്ട ഭാഗത്തോട്ടൊക്കെ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. നമ്മൾ കാവനാട് മുതൽ ഇപ്പം ചവറ പാലം കയറുന്നിടം വരെയുള്ള അപ്ഡേറ്റാണ് ഇതിനകത്ത്. ഇത് കഴിഞ്ഞുള്ള അപ്ഡേറ്റ് നമ്മൾ എടപ്പള്ളിക്കോട്ട കഴിഞ്ഞ് വെച്ച് നമ്മൾ വെറ്റമുക്ക് വരെയുള്ള അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നതല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലൈക്കും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.